ഈ പുരാണത്തിൽ ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ ദശരഥൻ മരിച്ചതിന് പിന്നാലെ അടുത്ത കിരീടാവകാശി ശ്രീരാമനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ വനവാസത്തിന് വിട്ട് ഭരതൻ രാജാവാകുന്നു. അപ്പോൾ അദ്ദേഹം ഇത് എടുക്കത്തില്ല, കാരണം അദ്ദേഹം നീതിമാനാണ്. ഭരതൻ നീതിമാനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മാത്രമല്ല ഭരതൻ്റെ അറിവോടെ അല്ല ഈ അദ്ദേഹത്തിൻ്റെ അമ്മ ചരട് വലിച്ചത്. അതുകൊണ്ട് ഭരതൻ ആ കുറ്റബോധം, അദ്ദേഹം ആകെ ദുഃഖിതനായിരുന്നു ആ കാലത്ത്. അദ്ദേഹം സിംഹാസനം തീരുന്നില്ല. അദ്ദേഹം അങ്ങനെ പാതകം ശ്രീരാമൻ്റെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ പാതകം എടുത്ത് സിംഹാസനത്തിൽ വെച്ച് പാതക പട്ടാഭിഷേകം നടത്തി. ഇതിനെ പ്രതീകാത്മകമായി കണ്ടുകൊണ്ട് അദ്ദേഹം നാട് ഭരിക്കുന്നു. അങ്ങനെയാണ്. അതുപോലെയാണ് നമ്മുടെ കണ്ണൂരിൽ പോലീസുകാരെ ബോംബെറിഞ്ഞതിന് കേസിൽ വധശ്രമ കേസ് 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ ജയിലിൽ കിടക്കുക. DFI നേതാവല്ലാതെ മറ്റാരും ആയിരിക്കില്ലല്ലോ. അദ്ദേഹത്തെ DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിരിക്കുക. 20 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുള്ള ആളാണ്. അപ്പം DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹം ജയിലിൽ പ്രവർത്തിക്കും. ജയിലിൽ ഇവർ പാർട്ടി സെല്ല് കാണുമല്ലോ. പാർട്ടി സെല്ലുണ്ട്, DFI സെല്ല് കാണും. DYFI സെല്ല് ജയിലിലുണ്ട്, CPM സെല്ലുണ്ട്, കൊടിസുനിയൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ. പക്ഷെ കണ്ണൂർ ജയിലിലല്ലെന്ന് തോന്നുന്നു. ഇത് കണ്ണൂർ ജയിലിലാണ്. VK നിഷാദ് എന്ന് പറയുന്ന DYFI നേതാവാണ്. അവിടെ ജയിലിലെ പ്രത്യേക പാർട്ടിക്ക് സെല്ലും വിഭാഗങ്ങളും ഇവരെല്ലാവരും എല്ലാം ഉണ്ട്. അവിടെ ഫ്രാക്ഷൻ ഉണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഫ്രാക്ഷനും സെല്ലിൽ ഇവരുടെ ഫ്രാക്ഷനും ഉണ്ട്. അപ്പം ആ ഫ്രാക്ഷനിലാണ് ഇവരിപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ നിന്നുകൊണ്ടായിരിക്കും ഈ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ള 20 വർഷം തടവിൻ്റെ ഇടയിൽ ഒരു 4-5 വർഷം അദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്കി കൂടാന്നില്ല. ഒരു വർഷം ഇദ്ദേഹത്തിനാണ് ഈ ഇടയ്ക്ക് വീണ്ടും പരോള് കിട്ടിയത്. അങ്ങോട്ട് കയറുന്നു, പരോള് വരുന്നു. ചുരുക്കി പറഞ്ഞാൽ 1 വർഷം 6-7 മാസം ഇവർ വെളിയിലും. ഇവിടെ സൂചന മത്സരം തിരുവനന്തപുരം കോർപ്പറേഷൻ സൂചന മത്സരിപ്പിച്ചതിന് കുറ്റം പറയുന്ന ഇവർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ പറഞ്ഞ നിഷാദ് ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഇപ്പോഴും അയാൾ ജയിലിൽ കിടക്കുക. പോലീസിനെ ബോംബെറിഞ്ഞ കേസ് ഇയാൾ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു പോലീസിനെ ബോംബെറിയുന്നത്. ആ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ഇയാൾ പ്രതിയാണ്. അപ്പോൾ അങ്ങനെ VK നിഷാദ് ഭാരവാഹിയാകുമ്പോൾ DYFIയുടെ ആ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടിയാണ്. കാരണം ജയിലിൽ ഞങ്ങൾ ഈ സഖാവിനെ കൈവിടില്ല എന്നുള്ളതാണ്. ഈ 65-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ഈ ചൈനച്ചാരന്മാരെന്ന് ആലോചിച്ചുകൊണ്ട് ഒരുപാട് CPI നേതാക്കന്മാരെ പിടിച്ച് ജയിലിട്ടിരുന്നു. അവർ പലരും ജയിലിൽ കിടന്നുകൊണ്ടാണ് മത്സരിച്ചത്. ശരി. കാരണം തടവിൽ കിടന്ന് മത്സരിച്ച് എന്നിട്ട് പലരും ജയിച്ചു. സഭ കൂടിയില്ലാത്തതുകൊണ്ട് വരെ MLA-മാരായില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പലരും പണ്ട് ജയിലിൽ കിടന്നൊക്കെ മത്സരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒളിവിലിരുന്ന് മത്സരിച്ചതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പാത പിന്തുടരണമല്ലോ. പഴയ നേതാക്കന്മാരുടെ ആ ഒരു അവർ കൊളുത്തി വെച്ച ദീപശിഖ ഏറ്റുവാങ്ങേണ്ടവരാണ് അവർ. അതെ, പോലീസിന് ബോംബ് പറഞ്ഞതൊന്നും പണ്ടത്തെ നേതാക്കന്മാരെ തൊഴിലായിരുന്നില്ല. എന്നാൽ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ ട്രെൻഡാണല്ലോ, ഒരു ന്യൂജൻ. അതെ. അപ്പോൾ ഇതേ കേസിൽ ജയിലിലായിരുന്ന TCV നന്ദകുമാർ ഇയാളെ DYFIയുടെ പയ്യന്നൂർ ബ്ലോക്ക് ട്രഷററായിട്ട് നിയോഗിച്ചിരുന്നു ആദ്യം. അപ്പോൾ 2 പേർക്ക് ഓരോ പദവി കൊടുത്തവർ. ഇവർ ഇനി ഇൻ കേസ് വല്ല MLA വല്ല ആയിരുന്നു ഇവരെ മന്ത്രിമാരും ആക്കിയാണ് ചിലപ്പോൾ. ജയിലിൽ കിടന്നുകൊണ്ട് ഭരിച്ചാൽ മതി. കാരണം ഇവിടെ അതിന് പകരം ആളെ വെക്കും. ഇവരെ അവിടെ മന്ത്രിമാരാക്കി വെക്കാമായിരുന്നു. അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടെ വേണമെങ്കിൽ ഇവർ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കൊണ്ട് നിരത്തിയിട്ട് കാര്യം നടത്തിയാൽ. അതെ. അപ്പോൾ നമുക്കറിയാം ജയിലിൽ കിടന്ന് ഭരിച്ച ആളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിനെ BJP കുടുക്കിയതാണ്, CBIയിൽ കുടുക്കിയതാണെന്നൊക്കെയുള്ള ഒരു ആരോപണം നിലവിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ജയിലിൽ പോയെങ്കിലും രാജിവെക്കാൻ തയ്യാറില്ല. എന്നെ കൊന്നാലും രാജിവെക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. അപ്പം ആ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഡൽഹി ഭരിച്ചു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം മുനിസിപ്പാലിറ്റിയും ഭരിക്കും, അതേസമയം തന്നെ അദ്ദേഹം പാർട്ടിയും ഭരിക്കും. അതെ. അപ്പോൾ 20 വർഷത്തേക്കാണ് ഇവരെ ശിക്ഷിച്ചത്. അത് ഓർത്തോണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിച്ച് അയാൾ ജയിച്ചെങ്കിലും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കാൻ കഴിഞ്ഞില്ല. ഇയാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് നോമിനേഷനും കൊടുത്തു കഴിയുമ്പോഴാണ് ഈ കോടതി വിധി വരുന്നത്. 20 വർഷത്തേക്ക് ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എന്തോ ചെയ്തു, നേരെ ജയിലിൽ പോവാം. ശിക്ഷിച്ചപ്പോഴേ ജയിലിൽ പോവാം. അപ്പീൽ ജാമ്യം എന്ന് പറയുന്നൊരു സംഭവമൊന്നും അന്നേരം ഒന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നേരെ ഇവർ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന നിഷാദിന് വേണ്ടി പ്രവർത്തകർ പ്രചരണം തുടങ്ങി. അവർ നിഷാദിൻ്റെ ചിത്രവുമായിട്ട് നടന്ന് വീടുകൾ കയറി. ആലോചിച്ചോളല്ലേ, പോലീസിനെ ബോംബെറിഞ്ഞ കേസാണ്. ഈ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ ആളെ ആ വാർഡിലെ ജനങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം എല്ലാവരും പറയുന്നു കാപ്പ കേസ് പ്രതിയായിട്ടുള്ള വാഴോട്ടുകോണം ഡിവിഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ സുഗതനെ ജയിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ സുഗതനെ ജയിപ്പിച്ചപ്പം നമ്മളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ കാപ്പ കേസ് പ്രതിയൊക്കെ ജയിപ്പിച്ചു. അപ്പം ഒന്ന് ആലോചിക്കുക, പോലീസിനെ ബോംബെറിഞ്ഞ വധശ്രമ കേസിലെ പ്രതികൾ അവരെ ജയിപ്പിച്ചിട്ടുണ്ട്. അവരെ ജയിപ്പിച്ചു കഴിഞ്ഞ് അത് മാത്രമല്ല
ഇയാൾ അകത്തോട്ട് കയറിയതുമല്ല, തൊട്ട് പുറകെ പരോൾ. അങ്ങനെയാണല്ലോ ഇവർക്കെല്ലാം കൂടി സുനി സംഘക്കെല്ലാം. എന്നിട്ട് ഈ പരോൾ റദ്ദാക്കാൻ സർക്കാർ ശ്രമിച്ചു. അതാണ് ഈ സർക്കാരിൻ്റെ ഒരു പ്രശ്നം. എന്താ നമുക്ക് ഇനിയെങ്കിലും ഈ സർക്കാരിൻ്റെ ഒരു വിഷയം എന്താ? ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ED ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം കൊടുത്തു. അപ്പോൾ ഈ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ ഈ കൊടുത്ത ജാമ്യം ഒരു കോടതിയും റദ്ദാക്കത്തില്ല. അതുപോലെ ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടി. ആ ജാമ്യം റദ്ദാക്കാൻ കോടതി നടക്കുകയില്ല, കൊടുക്കുകയില്ല കോടതി. അത് തുടരത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ നിഷാദിന് പരോള് കൊടുത്തപ്പോൾ സർക്കാർ ഇതിന് അപ്പീൽ പോകുന്നു. ഒന്നും സംഭവിച്ചില്ല. അയാൾ പരോളും ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആളെ ബ്ലോക്കിൻ്റെ ട്രഷററാക്കിയപ്പോൾ തന്നെ, ആദ്യം അയാളെയാണ് ആക്കുന്നത്. ഈ കേസിൽ തന്നെ ശിക്ഷിക്കപ്പെട്ട ഇയാളെ ട്രഷറാക്കിയപ്പോൾ തന്നെ CPM-നകത്ത് വലിയ പ്രശ്നം ഉരുത്തിരിഞ്ഞു വന്നിരുന്നു, വലിയ വിഷയമായി മാറിയിരുന്നു. എന്നാൽ അന്നേരം ഈ DYFIക്കെതിരെ ആരോപണം ഉയർന്നു കഴിഞ്ഞപ്പം ഇവർ വാർത്ത സംഭവം എന്താണ്? രാഷ്ട്രീയ പ്രേരിതമായി ചുമത്തപ്പെട്ട കേസിൽ വിചാരണ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ഇതിനെതിരായ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കള്ളക്കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നവരെയും ശിക്ഷിക്കപ്പെടുന്നവരെയും സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സമീപനം ഒരു ഘട്ടത്തിലും സ്വീകരിക്കില്ല എന്നാണ് DYFIയുടെ പാർട്ടിയുടെ നിലപാട്. അതാണ് ചോദിച്ചത്. ഞങ്ങൾ ഒരിക്കലും അവരെ തള്ളിപ്പറയില്ല, ഞങ്ങൾ ഒരിക്കലും അവരെ കൈവിടില്ല, അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ പറഞ്ഞ അദ്ദേഹം വി കെ നിഷാദ് മിക്കവാറും അവിടെ തന്നെ കിടക്കും. അപ്പോഴായിരിക്കും DYFIയുടെ ജില്ലാ സമ്മേളനം വരുന്നത്. ചിലപ്പോൾ DYFIയുടെ ജില്ലാ സമ്മേളനം ജയിലിൽ വെച്ച് തന്നെ അങ്ങ് കൂടി എന്ന് കരുതി ഇനി ബാക്കിയുള്ളവരോട് എന്തെങ്കിലും കേസുണ്ടാക്കി അതോട്ട് പോകുമോയെന്നറിയില്ല. അത് അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു രക്തഹാരമൊക്കെ അണിയിച്ച് 2 മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഈ പടമൊക്കെ ഫിറ്റ് ചെയ്ത് വിളിച്ചിട്ട് ഇവർ സമ്മേളനം കൂടുമ്പോൾ അവിടേക്കും പോകുമായിരിക്കും. എന്താണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കാപ്പ കേസ് പ്രതിയെ ജയിപ്പിച്ചു. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വിമർശിക്കുമായിരുന്നു. ഇവിടെ സംഭവിച്ചു. മാത്രമല്ല യാദവിനെയൊക്കെ ജയിപ്പിച്ചു. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആളിന്റെയും പശ്ചാത്തലം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ആയിരുന്നു. 2 കാപ്പ കേസ് പ്രതികൾ തമ്മിൽ ഏറ്റവും നല്ല പ്രതി ഏതാന്ന് നോക്കി അവരെ ജയിപ്പിക്കുന്നു. അതായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. എന്താണെങ്കിലും ഇത്തരം കീഴ്വഴക്കങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തുടർന്നു പോകുന്നത് ജനാധിപത്യത്തിന് ഒരിക്കലും ഒരു ഭൂഷണമല്ല.